മലപ്പുറം വണ്ടൂരിൽ വെച്ച് ശശി തരൂർ എംപിയുടെ ഗൺമാനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന പരാതി അത് നേരത്തെ നമ്മൾ കേട്ടു. അതിലിപ്പോൾ 3 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു. അക്രമികളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗതാഗത കുരുക്കിൽ വെച്ച് എംപിയുടെ കാർ ഡ്രൈവർ ഹോണടിച്ചതാണ് പ്രകോപനത്തിന് കാരണമായത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബഷീർ, ഇവരെ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ശശി തരൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വണ്ടൂർ പോലീസ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ വണ്ടൂർ നിയോജക മണ്ഡലത്തിന് സമീപത്തെ തിരുവാലി എന്ന് പറയുന്ന മേഖലയിൽ നടന്ന ഒരു പ്രോഗ്രാം ചാറ്റ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരുന്നു ശശി തരൂർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വാഹനത്തിൽ പോയിരുന്നത്. അതിനിടയിൽ ഒരു ഗതാഗത കുരുക്കിൽ വാഹനം അകപ്പെടുന്നു. അവിടെ നിന്നും വേഗത്തിൽ പോകുന്നതിന് വേണ്ടി ഈ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ വാഹനത്തിന്റെ ഹോൺ അടിച്ചതാണ് ഈ സംഘത്തെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രകോപിതരായ സംഘമാണ് ശശി തരൂർ എംപിയുടെ ഗൺമാന് നേരെ കയ്യേറ്റ ശ്രമത്തിന് മുതിർന്നത്. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ അനുനയിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എംപിയുടെ കാറിന് മുന്നിലെ വാഹനത്തിലുണ്ടായിരുന്നവരാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചിരുന്നത്. വണ്ടൂർ പോലീസ് ആ ഒരു ഘട്ടത്തിൽ തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് മൊഴിയൊക്കെ തന്നെ ശേഖരിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. 5 പേർക്കെതിരെ നേരത്തെ കേസെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു. അതിലിപ്പോൾ 3 പേരെയും ഈ എംപിയുടെ വാഹനത്തിന് മുൻപിലുണ്ടായിരുന്ന ഈ ആക്രമണത്തിന് മുതിർന്ന വാഹനം ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണം, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പോലീസ് ഒരു ഘട്ടത്തിൽ നടത്തുകയാണ്. സ്വാഭാവികമായിട്ട് പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എന്താണ് ഇവർ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് മുതിരാൻ കാരണം എന്നുള്ളത് പോലീസ് വിശദമായിട്ട് ചോദിച്ചറിയുകയാണ്. വലിയ തിരക്ക് അനുഭവപ്പെട്ടത് മൂലം മറ്റൊരു മേഖലയിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്ന് ആ ഒരു ഘട്ടത്തിൽ എംപിയും അറിയിച്ചിരുന്നു. എന്തായാലും ഈ സംഘം ആക്രമിക്കാൻ മുതിർന്നതോടുകൂടി നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടായിരുന്നു ഇവരെ അനുനയിപ്പിച്ചതും. തൊട്ടു പിന്നാലെ എംപി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 5 പേർക്കെതിരെ കേസെടുത്തു. അതിൽ 3 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.